ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കൽമാസിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 30 ml ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു 3 സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരു 2 പച്ചമുളകും കൂടെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൽമാസ് റെസിപ്പിക്ക് വേണ്ടി ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മസാലയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. മാത്രമല്ല ഇത് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യം വരില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുഴഞ്ഞു കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 സ്പൂൺ അളവിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മുട്ട 4ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിപ്പത്തിൽ ഇത് വെക്കരുത്, അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു മസാല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മുട്ട കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രയാണ് ഒഴിച്ചു കൊടുത്തതെന്ന്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയൊക്കെ മുട്ടയിലും കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു മുട്ടയിൽ മസാല പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു പകുതി സബോള ഇതുപോലെ 4-5 പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇതേ സ്പൂൺ അളവിൽ തന്നെ 1/4 സ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 3 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആ ഒരു ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൈവച്ച് യോജിപ്പിച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനുള്ളതാണ്. അതിനു മുമ്പായിട്ട് ആദ്യമേ നമ്മൾ ഇതുപോലെ തേങ്ങ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിതാ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ ആദ്യം 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാതെ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമല്ല. ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇതുപോലെയൊക്കെ കുഴയ്ക്കാനായിട്ട് പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിലാണ് ഞാൻ ഈ വെള്ളം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ പൊടിക്ക് അങ്ങനെ ചെയ്താലേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇനി അത്ര പശയില്ലാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു അളവിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ച് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ആകെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഈ മാവിലേക്കൊന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിലൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു മസാലക്കൂട്ട് എത്രയാണോ വെച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വലിപ്പം. കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറുതാക്കി റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല. എന്നിട്ടിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും പൊടിയിൽ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് 7 എണ്ണമാണ്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അരിപ്പത്തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഒട്ടും തന്നെ ഇതിൽ സ്കിപ്പ് ചെയ്യരുത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ ഈ ഒരു മിക്സ് നന്നായിട്ട് ലൂസായിട്ടിരിക്കണം, ഒരുപാട് അങ്ങ് കട്ടിയിലാവരുത്. ഇത്രയുമാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഇനി ഒരുപാടൊന്നിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് 1 മിനിറ്റ് നേരത്തേക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒരു ഭാഗം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി തിരിച്ചും ഇതുപോലെ 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വേവിച്ച് വെച്ചതിൽ നിന്നും ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.